തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗിയോടൊപ്പം കൂട്ടിരിപ്പുകാർ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ തീരുമാനം. SAT ആശുപത്രിയിൽ രോഗികളുടെ സ്വർണ്ണാഭരണങ്ങൾ കവരുന്നത് വ്യാപകമായതിനെ തുടർന്നാണ് നടപടി. പുതിയ CCTV ക്യാമറകൾ സ്ഥാപിച്ച് നിരീക്ഷണം ശക്തമാക്കുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ BS സുനിൽകുമാർ ജനം TVയോട് പറഞ്ഞു. ഏറെക്കാലമായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മോഷണം നടക്കുന്നുണ്ട്. ചികിത്സയ്ക്ക് എത്തുന്നവരുടെ സ്വർണവും പണവുമാണ് അപഹരിക്കപ്പെടുന്നത്. കൊല്ലം സ്വദേശിനിയുടെ താലിമാലയും കമ്പലും കൊലുസും അടങ്ങുന്ന പേഴ്സ് കഴിഞ്ഞ ദിവസം മോഷണ സംഘം തട്ടിയെടുത്തത് വ്യാപക വിമർശനങ്ങൾക്കിടയാക്കിയിരുന്നു. രോഗികളുടെ കൂട്ടിരിപ്പുകാരിൽ നിന്ന് നഷ്ടപ്പെടുന്ന പാസ് ഉപയോഗിച്ചാണ് കവർച്ചാ സംഘങ്ങൾ അകത്ത് കയറുന്നതെന്നും അതിനാൽ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നുമായിരുന്നു സുരക്ഷാ ജീവനക്കാരുടെ വാദം. ഈ സാഹചര്യത്തിലാണ് കൂട്ടിരിപ്പുകാർ പ്രവേശിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള തീരുമാനം. പുതിയ CCTV ക്യാമറകൾ നിരീക്ഷണം ശക്തമാക്കുമെന്നും സുരക്ഷാ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകുമെന്നും മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് BS സുനിൽകുമാർ ജനം TVയോട് പറഞ്ഞു. ആൾക്കാരെ കയറുന്നതിന് റെസ്ട്രിക്ഷൻ വയ്ക്കുവാണ്, പക്ഷെ സമ്മതിക്കുന്നില്ല. എപ്പോഴും കയറണമെന്ന് പറഞ്ഞാൽ വെള്ളം വെച്ചോണ്ടിരിക്കുക നാട്ടുകാര്. കളഞ്ഞുപോയതൊക്കെ നമ്മൾ കൃത്യമായിട്ട് നോക്കുന്നുണ്ട്. കളഞ്ഞുപോയി പുതിയ പാസ് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതിന് പ്രത്യേകിച്ച് ലെറ്ററൊക്കെ എഴുതി സെക്യൂരിറ്റി ഓഫീസറെ കണ്ടിട്ടാണ് പാസ് കൊടുക്കുന്നത്. അത്ര സ്ട്രിക്റ്റ് ആയിട്ടാണ് നമ്മൾ നോക്കുന്നത്. നമുക്ക് തന്നെ ചെയ്യാൻ പറ്റും. മൊത്തം ക്യാമറ വയ്ക്കാൻ ഒരു പ്ലാൻ റെഡിയാക്കുന്നുണ്ട്. ലേബർ റൂമിലും 14-ാം വാർഡിലുമാണ് കവർച്ച കൂടുതൽ. നഷ്ടപ്പെടുന്ന പാസിന് പകരം തുക അടച്ചാൽ പുതിയ പാസ് നൽകും. ഏതൊക്കെ പാസുകളാണ് പുതുക്കി നൽകിയിട്ടുള്ളത് എന്നതിന്റെ കൃത്യമായ വിവരങ്ങൾ സുരക്ഷാ ജീവനക്കാർ അറിഞ്ഞിരിക്കണം. എന്നാൽ അത്തരം പരിശോധനകൾ നടക്കാത്തതാണ് കവർച്ചാ സംഘം അകത്ത് കയറുന്നതിന്റെ പ്രധാന കാരണമെന്നാണ് കൂട്ടിരിപ്പുകാരുടെ ആക്ഷേപം. ജനം, തിരുവനന്തപുരം.